പച്ചരി എടുത്ത് 2 മണിക്കൂർ ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചേക്കണതാണ്. അരി കുതിർത്തിയ വെള്ളം ഊറ്റിയെടുക്കാം. ഈ വെള്ളത്തിലാണ് അരി അരച്ചെടുക്കാൻ പോണത്. അരിയുടെ കൂടെ 7-8 ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കണത്, അത് മുറിച്ചിടാം. 1 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതെല്ലാം നമ്മൾ കുതിർത്തി വെച്ചേക്കണ ആ വെള്ളത്തിൽ തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ ദോശ ഉണ്ടാക്കാനായിട്ട് ഉഴുന്നോ ഉലുവയോ നാളികേരോ അവിലോ ചോറോ ഇതൊന്നും വേണ്ട കേട്ടോ. 2 മണിക്കൂർ പച്ചരി കുതിർത്തി വെച്ച് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാണ്ട് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഈ മാവ് നമുക്ക് മാറ്റി വെക്കാം. ദോശയ്ക്കുള്ള സൈഡ് ഡിഷ് ഉണ്ടാക്കിയതിന് ശേഷം ദോശ റെഡിയാക്കാം. 1/4 കപ്പ് തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പരിപ്പ് വേവാനുള്ള വെള്ളം ചേർത്ത് 3 വിസിൽ വിട്ടെടുക്കാം. പരിപ്പ് വേവുമ്പോഴേക്ക് നമുക്ക് 2-3 സാധനം വറുത്തെടുക്കാം. 1/2 ടീസ്പൂൺ മല്ലി ഒന്ന് ചൂടാവട്ടെ. മല്ലി നല്ലോണം ചൂടാവുമ്പോൾ 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 3 ചുവന്ന മുളക്. ഇതെല്ലാം നല്ലോണം ഇനി വറുത്തെടുക്കാം. എല്ലാം വറുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നാളികേരക്കൊത്തും കൂടി ചേർത്ത്, നാളികേരം കളറൊന്നും മാറണ്ട, അതിന്റെ ഈർപ്പം മാത്രം ഒന്ന് മാറിയാൽ മതിട്ടാ. നാളികേരം നല്ലോണം ചൂടായിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വെള്ളം ചേർക്കാണ്ട് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്ത പൊടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇതുപോലെ ചതച്ചെടുത്താൽ മതിട്ടാ. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. 3 സവോള വലുതാക്കിയിട്ട് എടുത്തേക്കുന്നതാണ്. കുറച്ച് വേപ്പില, 2 പച്ചമുളക്. സവോള കളറൊന്നും മാറണ്ട, ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ മതി. സവോള സോഫ്റ്റ് ആവുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. പൊടികളുടെ പച്ചമണം പോണ വരെ കുക്ക് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം പോയത് ഇതിലേക്ക് 3 തക്കാളി ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് തക്കാളി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. വറുത്ത് പൊടിച്ച് വെച്ച ആ മിക്സ് ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേവിച്ച് വെച്ചേക്കണ പരിപ്പ് ചേർക്കാം. കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം പുളിവെള്ളം ചേർക്കുന്നുണ്ട്. തക്കാളി 3 എണ്ണം ചേർത്ത കാരണമാണ് കേട്ടോ പുളി കുറച്ച് ചേർക്കണേ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എക്സ്ട്രാ ചേർത്തോളൂ. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് 2 മിനിറ്റ് നല്ലോണം വെട്ടി തിളച്ചോട്ടെ. അതിൻ്റെ ശേഷം ഉപ്പ് നോക്കിയാൽ മതി. പരിപ്പിൽ ഉപ്പിട്ട് വേവിച്ച കാരണമാണ് അങ്ങനെ പറയുന്നത്. കൂട്ടാൻ 2 മിനിറ്റോളം വെട്ടി തിളച്ചു കൂട്ടാം. ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ തിളയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് ദോശ റെഡിയാക്കാം. വറുത്തിട്ടിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത്. പാനിലേക്ക് 1 ടേബിൾ സ്പൂണിൽ കുറവ് ഓയിൽ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക് പൊട്ടുമ്പോൾ 1 സവോള ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള കളറൊന്നും മാറണ്ട കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. സവോള സോഫ്റ്റ് ആകുമ്പോൾ ഇത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടോടുകൂടി ചേർത്തോളൂ കേട്ടോ. എല്ലാം നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ദോശയ്ക്ക് മാത്രം പാനിൽ ഞാൻ ഇത്തിരി എണ്ണ തേക്കുന്നുണ്ട് കേട്ടോ. സൈഡിലൊക്കെ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 1 ദോശ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള മാവൊക്കെ നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ദോശയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നമുക്ക് ഫെർമെൻ്റ് ചെയ്യാൻ വെക്കുക ഒരു ആവശ്യമില്ല. അതുപോലെ ഇൻസ്റ്റൻ്റ് ആയാൽ പോലും ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കണ്ട. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു ദോശയാണ്. ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്താൽ നിങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ തീർച്ചയായിട്ടും അറിയിക്കണം. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.